ഹായ് ഹലോ വെൽക്കം ടു നിഷ പിഡീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് ആനപ്രേമികൾക്കുള്ളതാണ്. അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കണ്ണെടുക്കാൻ തന്നെ പറ്റില്ല, അത്രയും നല്ല കാഴ്ചകളാണ്. ഞങ്ങൾ മൈസൂർ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോഴാണ് ദൂരത്തായിട്ട് ആനകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നത് കണ്ടത്. ഇതവർ ആനകളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു പരേഡാണ്. ഈ സെപ്റ്റംബർ 22 മൈസൂരിൽ വെച്ച് ദസറ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഒക്ടോബർ 2 അവസാനിക്കുന്നത്. ദസറയുടെ ആ സമയത്ത് അവരൊരു ജംബോ സവാരി, ആനകളെ അണിയിച്ചൊരുക്കി ഒരു വലിയൊരു സവാരി അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആനകൾക്ക് ഇപ്പോഴേ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. കാരണം പെട്ടെന്ന് ആളുകളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആനയ്ക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്നും കുറേശ്ശെ സമയം ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് ആളുകളുടെ സൗണ്ടൊക്കെ കേട്ട് പരിചയമാവും. അത് അവർക്കൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം അവരിങ്ങനെ ചെയ്യുന്നത്. ആനകളെ കാണിക്കാനായിട്ട് ഒരുപാട് പേര് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് തോളിലൊക്കെ കയറ്റി അവർക്ക് ആ ആനേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത മാസത്തേക്ക് പരിശീലിപ്പിക്കാം. ആനകൾ കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞ സമയത്ത് ആനകൾ വന്ന അതേ ഭാഗത്തായിട്ട് കുതിര സവാരി റെഡിയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പോലീസുകാരും കുതിരേൻ്റെ മുകളിലായിട്ട് പോലീസുകാർ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി കുതിരകളാവും ഇങ്ങോട്ട് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആനകൾ തിരിച്ചു വരുന്നതാണ് പിന്നീട് കണ്ടത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ಇವನೆಲ್ಲ ಚಿನ್ನ ಭೀಮಾ ಬಾ ಈ ಕಡೆ ಬಾ ಬಾ ಚಿನ್ನ ಬಿಲ ಬಿಲ ಭೀಮಾ ಬಿಲ ಭೀಮಾ ವೇಟ್ ಅಪ್ ಮಾಡಮ್ಮ ವೇಟ್ ಅಪ್ ಮಾಡು Please support me by subscribing my channel.
അതിന്റെ പിന്നിൽ പോവാ. ആനകൾ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞങ്ങളും ആനയുടെ പിന്നിൽ പോയി തുടങ്ങി. അപ്പോൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോവുകയാണ്, സ്ട്രീറ്റിലേക്ക്, മൈസൂർ സിറ്റിയിലേക്ക് ഇറങ്ങുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ആനകളുടെ പിന്നിലായിട്ട് കുതിരകളും പോകുന്നുണ്ട്. ദശരയ്ക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ശരിക്കും കണ്ണിനൊരു വിരുന്ന് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടത്. കാരണം ലക്ഷക്കണക്കിന് ബൾബുകളും കത്തിച്ചിട്ട് സ്ട്രീറ്റും മൈസൂർ സിറ്റി എല്ലാം പ്രകാശമയമായിരിക്കും ഇത്രേ. ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. മഹിഷാസുരൻ എന്നൊരു ശക്തനായൊരു അസുരനുണ്ടായിരുന്നു. ആ അസുരന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ലഭിക്കുകയാണ്. ഒരു പുരുഷനാലും അസുരനെ വധിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ആ വരം. അങ്ങനെ ഒരു വരം കിട്ടിയതോടുകൂടി ഈ അസുരന് വല്ലാത്തൊരു അഹങ്കാരം കൂടുകയാണ്. ആ സമയത്താണ് ദേവലോകത്തും അവിടേക്ക് ആക്രമിച്ച് സ്വർഗ്ഗലോകം കീഴ്പ്പെടുത്തുകയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും സമീപിച്ച് ഈ ഒരു അസുരനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇവർ 3 പേരുടെയും ശക്തി സംയോജിപ്പിച്ച് ഒരു ദേവിയെ സൃഷ്ടിക്കുകയാണ്. അതാണ് ദുർഗാദേവി. ദേവന്മാർ ആയുധങ്ങളും ശക്തികളും നൽകി. ശിവഭഗവാൻ ത്രിശൂലവും വിഷ്ണു സുദർശന ചക്രവും ഇന്ദ്രൻ വജ്രായുധവും നൽകി. അങ്ങനെ ദുർഗാദേവി അതിശക്തയായി 9 ദിവസം നീണ്ടുനിന്ന ഒരു ഘോര യുദ്ധം നടത്തി. ആ 9 ദിവസങ്ങളാണ് നവരാത്രി എന്നറിയപ്പെടുന്നത്. അങ്ങനെ 10ാം ദിവസം ദുർഗാദേവി മഹിഷാസുരനെ ത്രിശൂലം ഉപയോഗിച്ച് വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിജയിച്ച ആ ദിവസമാണ് വിജയദശമിയായിട്ട് അറിയപ്പെടുന്നത്. തിന്മയുടെ മുകളിൽ നന്മ നേടിയ വിജയമാണ് ഈ ആഘോഷങ്ങളുടെ കാതൽ. ആ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ദസറ ഇത്ര കേമമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ദസറയ്ക്ക് മുമ്പുള്ള ഒരു പരേഡും ട്രെയിനിങ്ങും ഒക്കെയാണ് ഈ കാണുന്നത്. ഇപ്പം തന്നെ എത്ര തിരക്കുണ്ടെങ്കിൽ ദസറയ്ക്ക് എത്ര തിരക്കുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിൽ ഓർത്തു പോയത്. ഒരു ദസറയ്ക്ക് എനിക്കിവിടെ വരാൻ പറ്റാനും ഇതുപോലെ ഒരു ദസറയുടെ ഒരു വ്ലോഗ് ചെയ്യാനും പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.